ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു കണവ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആദ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. ഇനി ഞാൻ ഇതിലോട്ട് എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ലാത്തത് കൊണ്ടാണ് കുരുമുളകും കൂടെ ഇട്ട് ചതച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടിയായിട്ടാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റ് തയ്യാറാക്കി. ഇനി ഞാനിവിടെ 1.5 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു. ഇനി ചെറിയ ഉള്ളി ഒരു 10-20 ചെറിയ ഉള്ളി എടുത്ത് തൊലി കളഞ്ഞ്, തീരെ ചെറുതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട, അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തിടണം. ഇനി ഒരു മൺചട്ടി എടുത്തിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവാളയ്ക്കും ഉള്ളിക്കും വാടി വരാൻ അത്യാവശ്യത്തിന് ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ ഈ കളറൊക്കെ മാറി നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ഞാനിവിടെ 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് ഇതും ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരട്ടെ. അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. നന്നായിട്ട് തക്കാളിയും സവാളയും ഉള്ളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ അല്ലെ കൂന്തൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഒരു മുന്നിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് കുരുമുളക് പൊടി 1 സ്പൂൺ എടുക്കണമെങ്കിൽ 1 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്താൽ മതി. ഇവിടെ ഞാൻ 2 സ്പൂണ് മുളക് പൊടി ചേർത്തു. ഇത് കാണും പോലെയല്ല, അത്യാവശ്യം കണവയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പൊതുവേ എടുക്കുമ്പോൾ ഒരു കുരുമുളകാണ് മുന്നേ നിൽക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒരു 2 സ്പൂൺ, ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്തു. പിന്നെ നമ്മൾ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് അടച്ച് കുക്ക് ചെയ്യാം. കണവയിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വെള്ളം ഊറി അത് കുക്കായിക്കോളും. നമ്മൾ വെള്ളം ചേർക്കണ്ട. ആ വെള്ളത്തിൽ കിടന്നൊന്ന് തിളച്ച് വേവട്ടെ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ്, നമ്മൾ എത്രയാണോ കൂന്തലുണ്ടാവുക അതിൻ്റെ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിൽ ഈ വെള്ളത്തിൽ കണവ നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. ഒരു 10-30 മിനിറ്റൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ റബ്ബർ പരുവം മാറിയിട്ട് കൂന്തൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. ഒരു 10-20 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് കുക്ക് ചെയ്യും. നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നല്ല അടിപൊളി കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് കുരുമുളകാണ് മുന്നേ നിൽക്കാനായിട്ട്. അപ്പം നമ്മൾ കുരുമുളക് കൂടുതൽ ചേർക്കണം, മുളക് പൊടി കുറച്ച് ചേർക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഓക്കെ, താങ്ക് യു.